തിയേറ്റർ വെക്കണം എങ്ങനെയാണ്? അതാണ് എനിക്കറിയാത്ത. യുവർ ടാബ്ലറ്റ് ഫ്രം നോ യു ഹാവ് എ ടാബ്ലറ്റ് അറ്റ് യുവർ ഡിസ്പോസൽ. ഗൈസ് നമുക്ക് ടാബ്ലറ്റ് എടുക്കണം, എന്നിട്ട് അതിനകത്ത് നമുക്ക് സാധനങ്ങൾ മേടിക്കാൻ പറ്റും. അങ്ങനെ പറ അല്ലേ? ടാബ്ലറ്റ് ഏതാണ്? അതെ, സ്റ്റോറിൽ പോയിട്ട് നമുക്ക് ബാൽക്കണി അല്ല, നമുക്ക് എന്തായിട്ടാണ് വേണ്ടേ? നമുക്ക് ആക്സസറീസ് ആണ് ഗൈസ് വേണ്ടത്. അതിനകത്ത് ഞാൻ നോക്കട്ടെ ഏട്ടാ, ഇലക്ട്രോണിക് എക്യുപ്മെന്റിലായിരിക്കൂലേ? ഗൈസ് റേഡിയേറ്റർ, അത് പ്ലംബിംഗ് സിസ്റ്റത്തിൽ നിന്നാണ് കിട്ടണേന്ന് തോന്നുന്നു. ഗൈസ് നമുക്ക് ഇവിടെ ഒത്തിരി നമുക്ക് ഇങ്ങനെ മാറ്റി മാറ്റി ചെയ്യാൻ തോന്നുന്നു കേട്ടാ. ഇവിടെ നിന്നാണ് നമുക്ക് കിട്ടിയത് റേഡിയേറ്റർ. $44 ആവും ഗൈസ് റേഡിയേറ്ററിന്. റേഡിയേറ്റർ മേടിച്ച് റേഡിയേറ്റർ മേടിച്ചിട്ട് നമ്മൾ സെറ്റ് ആക്കണം എന്നാണ് എനിക്ക് തോന്നണേ. ലെറ്റ്സ് ഗോ ഗൈസ്. ഞാൻ എന്തായാലും റേഡിയേറ്റർ വച്ചിട്ടുണ്ട്. ഇനി നമ്മളിവിടെ നമ്മളിവിടെ നമ്മളിത് സാറയുടെ വീട്ടില് പുതിയ റേഡിയേറ്റർ മേടിച്ചു വെച്ചടാ. അത്രേ ഉള്ളൂ ഗൈസ്. നമ്മളാരാ ഗൈസ്? നമ്മളൊരു പണിക്കാരൻ. ഇത്രയല്ലേ ഉള്ളൂ. ഇത്രേ ഉള്ളൂ. സെറ്റാക്കി. ഇനി എന്തെങ്കിലും ചെയ്യണ? ലിവിംഗ് റൂം വിത്ത് കിച്ചൺ ഐറ്റം. ഇതെന്താണ് ഗൈസ്? ഈ യൂസാ എന്തോ മോഡിഫയർ, ഐറ്റം മോഡിഫയറാ. കൺഗ്രാചുലേഷൻ, യു ഹാവ് അൺലോക്ക്ഡ് എ ന്യൂ ടൂൾ. നമുക്കെന്തോ ന്യൂ ടൂൾ കിട്ടി ഗൈസ്. ഇതിന്റെ പേര് ഐറ്റം മോഡിഫയർ എന്നാണ്. ഇത് വെച്ച് നമുക്ക് ഒത്തിരി ഐറ്റംസ് ഒക്കെ മോഡിഫൈ ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നുടാ. നമുക്ക് ഇത് വെച്ചിട്ട് ഇവിടെ മൂവ് ഒബ്ജക്റ്റ് ക്ലീനിങ്. ഇത് നമുക്ക് ഗൈസ് കണ്ട ഇതിന്റെ കളറൊക്കെ മാറ്റാടാ ഗൈസ്. അതാണ് കളി. അതാണ് ഗൈസ് കളി. ഇത് കണ്ട ഇവിടെ കസേരയൊക്കെ കിടക്കണ്ട്. അതൊക്കെ നമുക്കുണ്ടല്ലോ ഗൈസ്. ഐറ്റം മോഡിഫയർ എടുത്തോണ്ട് നമുക്ക് മാറ്റാൻ പറ്റും. കളറൊക്കെ മാറ്റാം. അങ്ങനെയാണ് നമുക്കുണ്ടല്ലോ ഗൈസ്. സീലിംഗിന്റെ കളർ മാറ്റിയാലോ? സീലിംഗിന്റെ കളർ ഒന്നും മാറ്റാൻ പറ്റില്ല. നമുക്ക് ചില ഐറ്റംസിന് മാത്രം കളറാണ് മാറ്റാൻ പറ്റുള്ളൂ എന്നാണ് ഗൈസ് എനിക്ക് തോന്നണേ. എന്നാലും ഐറ്റം മോഡിഫയർ കൊള്ളാം. ഇത് വെച്ചിട്ട് നമുക്ക് സാധനം സെല്ല് ചെയ്യാൻ പറ്റും. ഇവിടെ എന്താ സെല്ല്. ഇത് നമുക്ക് സെല്ല് ചെയ്യാൻ പറ്റും. നമ്മുടെ സ്വന്തം പ്രോപ്പർട്ടി ആണെങ്കിലാണ് നമുക്ക് സെല്ല് ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് എനിക്ക് തോന്നണേ. എന്തായാലും സാറയുടെ വീട്ടിലെ ജോബ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഗൈസ്. പക്ഷെ ഇവിടെ ആയിട്ട് വേറൊന്നും റെഡ് കളറിൽ എന്തോ കിടക്കണ്ടല്ലോ. അതെന്താണ്? ഡ്യൂപ്ലിക്കേറ്ററാ. കൺഗ്രാചുലേഷൻ, യു ഹാവ് അൺലോക്ക്ഡ് എ ന്യൂ ടൂള്. ഗൈസ് നമുക്ക് ഈ സാധനം വെച്ച് ഐറ്റം ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റും. നോക്കട്ടെ, ഇതാണ് ഐറ്റം ഡ്യൂപ്ലിക്കേറ്റർ. ഇപ്പൊ ഇവിടെ സ്റ്റൂളില്ല ഗൈസ്. സ്റ്റൂള് ഞാൻ അപ്പൊ നമുക്ക് പൈസ കുറയൂട്ടാ. ഇതിനകത്ത് ഉണ്ടല്ലോ ഡ്യൂപ്ലിക്കേറ്റിന്റെ അവിടെ എത്ര $. അത് കാണിച്ചിട്ടുണ്ട് ഓരോ ഐറ്റത്തിന്. കാരണം ഈ സോഫയ്ക്ക് $171. അത് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യണമെങ്കിൽ എന്റെ കയ്യിൽ നിന്നുള്ള $171 പോകും ഗൈസ്. ഓക്കെ. നമുക്ക് എല്ലാ കാര്യങ്ങളും ഇപ്പൊ പയ്യെ മനസ്സിലായി തുടങ്ങണ്ടേ. അപ്പൊ നമ്മുടെ എന്തായാലും ജോബ് കംപ്ലീറ്റ്. നമുക്ക് അതിനകത്തുണ്ടല്ലോ 100% ജോബ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് അതിനകത്ത് $775 62 കിട്ടും. ലെറ്റ്സ് ഗോ ഗൈസ്. ഫോട്ടോഗ്രാഫിംഗ് അപ്പാർട്ട്മെന്റ്. നമ്മൾ അതിന്റെ ഫോട്ടോ അവസാനം എടുക്കണം എന്നാണ് എനിക്ക് തോന്നണേ. ഇതേ കണ്ട അപ്പാർട്ട്മെന്റ്. ഗൈസ് ബിഫോർ ആൻഡ് ആഫ്റ്റർ ഫോട്ടോ എടുക്കുകയാണ്. കണ്ടോ? ഇത് ബിഫോർ, ഇത് ആഫ്റ്റർ. അയ്യോ, ഞാൻ ആ കസേരയും നേരെ വെച്ചില്ല കേട്ടാ. അതിങ്ങനെ നമ്മൾ നേരെ വെക്കാൻ കുറച്ചുകൂടെ അടിപൊളിയായിരുന്നു ഗൈസ്. എന്നാലും കുഴപ്പമില്ല, നമ്മുടെ ജോലികളെല്ലാം വൃത്തിയാക്കി ചെയ്തിട്ടുണ്ട്. അതത്രേ ഉള്ളൂ. ഗൈസ് അങ്ങനെ ഫസ്റ്റ് എത്തി നമ്മുടെ ജോബ് നമ്മൾ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാ ഗൈസ്. ഇനി നമുക്കുണ്ടല്ലോടാ നമ്മുടെ റൂം ഒന്ന് ക്ലീൻ ആക്കണ്ടേ. ഞാനാണെങ്കിൽ തിരിച്ച് നമ്മുടെ ഉണ്ടല്ലോ ഗൈസ് വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. ഇതൊക്കെ ഒന്ന് ഇവിടുത്തെ പുല്ലൊക്കെ ഒന്ന് വെട്ടിക്കളയാനായിട്ട് കാട് കയറിയിരിക്കണം. വല്ല പാമ്പ് ആനക്കൊണ്ടൊക്കെ ഉണ്ടാവുന്നതാണ് തോന്നണത്. നമ്മുടെ റൂം കണ്ടേടാ. നമ്മുടെ റൂം ഉണ്ടല്ലോ ഗൈസ് ഒന്ന് വൃത്തിയാക്കട്ടെ. ഇവിടെയുള്ള സംഗതികളൊക്കെ. നമുക്കിവിടെ എന്തോ ചെയിൻസോ ഉണ്ട് കേട്ടാ. പത്രം, അത് ഇത് എല്ലാം നമ്മുടെ ഇവിടെ ഉണ്ട് കേട്ടാ. കക്കൂസൊക്കെ എന്റെ കയ്യിൽ ഇപ്പൊ ക്ലീൻ ആക്കാനുള്ള മറ്റേ ബ്രഷ് എങ്ങനെയാണ് എടുക്കണത്. ലെറ്റ്സ് ഗോ ഗൈസ്. ഇനി ഇതൊക്കെ ഒന്ന് അടിച്ചതേ കണ്ട ടേബിളൊക്കെ മൊത്തം ക്ലീൻ ആയി. അതൊക്കെ അത്ര ഉള്ളൂ ഗൈസ്. നമ്മൾ ക്ലീൻ ആക്കുന്ന പറഞ്ഞാൽ ക്ലീൻ ആക്കിയിരിക്കും. ഇതൊക്കെ ക്ലീൻ ആക്കിക്കോ. കിടക്കൊക്കെ ഒന്ന് ക്ലീൻ ആക്കിക്ക്. ഇവിടെ ക്ലീൻ ആക്കിക്കോ. എന്നാലും ഉണ്ടല്ലോ ഗൈസ് വലിയ കാര്യമായിട്ടൊന്നും ക്ലീൻ ആവള്ള. എന്നാലും ക്ലീൻ ആവണ പോലെ ആവട്ടെ അല്ലേ. കക്കൂസ് ഗൈസ്, കക്കൂസ് ഒന്ന് ക്ലീൻ ആവണേ ഇല്ലല്ലോ. കറ പിടിച്ചു പോയി എന്നാണ് എനിക്ക് തോന്നണേ. ടൈലൊക്കെ പൊട്ടിച്ച് കളയേണ്ടി വരുന്നതാണ് ഗൈസ് എനിക്ക് തോന്നണേ. ഇതൊക്കെ നേരെയാക്കാൻ പറ്റില്ലടാവേ. നേരിയായിട്ടിരിക്കേ, അവിടെ ഇരിക്കേ. കണ്ണാടിയൊക്കെ പൊട്ടിയിരിക്കുകയാണ് ഗൈസ്. ലൈറ്റ് ഒക്കെ ഇടാൻ പറ്റൂട്ടോ. വെള്ളമൊക്കെ വരും എന്തോ. അതൊന്നുമില്ല. ഇപ്പൊ എന്തായാലും തൽക്കാലം ഉണ്ടല്ലോ ഗൈസ് നമ്മുടെ ഇതൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് ക്ലീൻ ആക്കിയിട്ടുണ്ട്. അത് മതിയെന്നാണ് എനിക്ക് തോന്നണേ. $30,000 ഉണ്ട് ഗൈസ്. ഞാൻ എന്തായാലും ഉണ്ടല്ലോ ബ്രൗസറിൽ ഇവിടെ എന്താണ് സംഗതി നോക്കട്ടെ. നമുക്ക് ഈ സ്ഥലം മേടിക്കാൻ പറ്റും. സുബർബൻ റിട്രീറ്റാ എന്തൊക്കെയോ സ്ഥലങ്ങളൊക്കെ നമുക്ക് മേടിക്കാൻ പറ്റുന്നതാണ് ഗൈസ് എനിക്ക് പറഞ്ഞാൽ. ഫോർ പർച്ചേസ് ഓൺഡ് ഇതാണ് റെന്റഡ്. നമുക്കുണ്ടല്ലോ ഗൈസ് പൈസ കൊടുത്ത് വീട് മേടിച്ചിട്ട്
നമുക്കത് റെന്റിന് കൊടുക്കാൻ പറ്റും. അതാണ് കണ്ട ഇവിടെ $35,000 കൊടുക്കുകയാണെങ്കിൽ വേറെ ഏതൊരു വീട് കിട്ടും. $30,000 ഗൈസ്. ഈ കായലില്ലേ, അല്ല ഇത് കടലാന്ന് തോന്നുന്നു, കടലവിടെ ഒരു ഐലൻഡ് കിട്ടും. അതിനകത്ത് നമ്മൾ പോയി വീട് പണിയണം എന്നാണ് എനിക്ക് തോന്നണേ. എന്നാലായിരിക്കും നമുക്ക് അടുത്ത പരിപാടി ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ? അതെ ഗൈസ്, അതെ അങ്ങനെ തന്നെയാ തോന്നുന്നത്. അങ്ങനെ തന്നെ. ഞാൻ എന്തായാലും തൽക്കാലം ഉണ്ടല്ലോ ഗൈസ് ഒരു ജോബും കൂടെ നമുക്ക് എടുത്തു നോക്കാം. നമുക്ക് വേറെ നോർത്ത് വില്ലേജിൽ അല്ലാണ്ടുണ്ടല്ലോ ഗൈസ്, നമുക്ക് വേറെ ഒരു സ്ഥലത്ത് നമുക്കിപ്പോ ജോലി ആയിട്ടില്ല കേട്ടാ. വേറെ ആർക്കും നമുക്ക് ജോലി തരാൻ ഇല്ലെന്ന് തോന്നുന്നു. സാറാ വില്യംസ് അല്ല ലൂയിസിന്റെ ജോലി കഴിഞ്ഞിട്ടുണ്ട്. അടുത്തത് കരോലിൻ സ്മിത്ത് എന്ന് പറഞ്ഞ ഒരു പെണ്ണിന്റെ ആണ്. അവിടെ എന്തോ ഗരാജ് ഉണ്ട് ഗൈസ് അവർക്ക്, അത് ക്ലീൻ ചെയ്യാനാണ്. ഇവിടുത്തെ എല്ലാ ജോലി കഴിഞ്ഞാലാണ് നെക്സ്റ്റ് സ്ഥലത്തായിട്ട് പോകുള്ളൂ എന്നാട്ടി എനിക്ക് തോന്നുന്നത്. മിക്കവാറും അങ്ങനെയാണ് ഗൈസ്. അപ്പൊ നമുക്ക് കരോലിൻ സ്മിത്തിന്റെ സ്ഥലത്ത് ജോലി ഒന്ന് അക്സെപ്റ്റ് ചെയ്ത് നോക്കാം. യെസ് സുഹൃത്തുക്കളെ, ഞാൻ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അടുത്തത് ഗരാജ് ക്ലീൻ ആക്കാനാണ്. അതൊക്കെ എങ്ങനെയായിരിക്കും നമുക്ക് നോക്കാം. എന്നിട്ടുണ്ടല്ലോ ഗൈസ് നമുക്ക് കുറച്ചുകൂടെ പൈസ ഒക്കെ ഒത്തിരി ആയിട്ട് വേണം നമുക്ക് സ്ഥലം മേടിച്ച് വീട് വെച്ചിട്ട് അത് നമുക്ക് മറച്ചു വെക്കണം. അപ്പോഴാണ് ഹൗസ് ഫ്ലിപ്പ് ആവുള്ളൂ. അതാണ് ഗൈസ് ഹൗസ് ഫ്ലിപ്പർ. അല്ലെങ്കിൽ നമുക്ക് വാടകയ്ക്ക് കൊടുക്കണം, റെന്റിന് കൊടുക്കാൻ പറ്റും. ദേ ഇതാണ് ഗരാജ്. എന്റെ അളി ഇത് എന്ത് ഗരാജാണ്? ടോയ്സാ, ഹസ്ബൻഡിന്റെ ടോയ്സാ, കവർഡ് ഇൻ ഗ്രീസ്. ഇവിടെ മൊത്തം ഗ്രീസ് ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് ഗൈസ്. സൈക്കിളൊക്കെ കണ്ടാ? ആ ടൂൾസ് ഒന്നും ഞാൻ എടുക്കല്ലേ, ഞാൻ അങ്ങനെ അടിച്ചു മാറ്റണ ആളൊന്നും അല്ല ഗൈസ്. ഈ മറ്റേ കരോളിൻ സ്മിത്ത് ഇല്ലേ, പുള്ളിക്കാരത്തിയുടെ ഹസ്ബൻഡ് ഉണ്ടല്ലോ, എന്തോ ഇലക്ട്രോണിക്സ് പരമായിട്ട് പല കാര്യങ്ങളും ചെയ്യുന്ന ആളാന്ന് തോന്നുന്നു. അതുകൊണ്ട് ഇത് ഓപ്പൺ ആവടാവേ ഗൈസ്. അതുകൊണ്ട് ഇതിനകത്ത് നിറച്ച് ഗ്രീസ് ഒക്കെയാണ്. ഇതാണ് ഗൈസ്. പട്ടി, ജീവനുള്ള പട്ടിയാണ് ഇത്. പെറ്റ്. നോക്കടാ, നിങ്ങക്ക് പട്ടീനെ പെറ്റിയാൻ പറ്റും. പിക്കപ്പ് എടുക്കാൻ പറ്റൂട്ടോ. ഇടുന്ന് കറക്ക്. പട്ടീനൊക്കെ എടുത്ത് കറക്കാൻ പറ്റും. ലെറ്റ്സ് ഗോ. നീ എന്തായാലും പുറത്തുണ്ടല്ലോടാ വീടിന്റെ ഈ തണലത്തിരുന്നോ. ഇവിടെ തണലത്തിരുന്നോടാ, അവിടെ ഇരുന്നോട്ടോ. ഗൈസ് നല്ല പട്ടി അല്ലേ? ഗീവ് എ ട്രീറ്റ്. നമുക്ക് ട്രീറ്റ് കൊടുക്കാൻ പറ്റും ഗൈസ്. എന്റെ ഫുഡ് ഉണ്ടായി. കൊടു. യോ ഗൈസ് ഞാൻ കൊടുത്ത്. ലെറ്റ്സ് ഗോ. അവിടെ ഇരുന്നോ. ഓ അടിപൊളി പട്ടി. എനിക്ക് ഇവിടുത്തെ വേറെന്തൊരു ടൂൾ കിട്ടിയിട്ടുണ്ട്. UV ഫ്ലാഷ് ലൈറ്റ് കിട്ടിയിട്ടുണ്ടോ നമുക്ക്. ഇത് വെച്ചിട്ട് നമുക്ക് സ്റ്റെയിൻസ് ഒക്കെ ഉണ്ടല്ലോ ഗൈസ്, നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാൻ പറ്റും. എന്നിട്ട് എവിടെയൊക്കെ നമുക്ക് ക്ലീൻ ആക്കണം അപ്പൊ നമ്മൾ അവിടെയൊക്കെ ഉണ്ടല്ലോ ക്ലീൻ ആക്കി നോക്കിയാൽ മതി. ഇതാകുമ്പോ നമുക്ക് ഇപ്പൊ ഇവിടെ മൊത്തം ക്ലീൻ ആക്കണം ഗൈസ്. നമ്മളിത് അടിച്ചു നോക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നാണ് എനിക്ക് തോന്നണേ. അപ്പൊ ഫസ്റ്റ് തന്നെ ഉണ്ടല്ലോ അറിയാലോ, നമ്മുടെ കൈ എടുത്തിട്ട് നമുക്ക് ഈ മതി പാട്ടൊക്കെ ഉണ്ടല്ലോ ഗൈസ്, നമുക്ക് മൊത്തം അങ്ങോട്ട് മാറ്റത്. ഇവിടെ പൊട്ട ടയറുകളൊക്കെ ഇരിക്കണം. നല്ല ടയർ എടുക്കണ്ടാട്ടോ, വേണമെങ്കിൽ നല്ല ടയർ എടുത്ത് നമ്മുടെ വണ്ടിയിലിട്ട് ഇട്ടിട്ട് നമുക്ക് കൊണ്ടുപോയി പുറത്ത് മാർക്കറ്റിൽ കൊണ്ടുപോയി മറച്ചു വെക്കായിരുന്നു. സംഗതി നമ്മൾ കള്ളനൊന്നും അല്ലെങ്കിലും വെറുതെ എന്തിനാണ് ഗൈസ് ഇവർക്ക് ഇത്രയും ടയർ ഇവിടെ അല്ലേ? ഇതൊരു അധികപ്പറ്റല്ലേ? ഇത്ര സ്ഥലം ഇവിടെ വേസ്റ്റ് ആക്കണ്ടല്ലോ, അതോർത്തിട്ട് ഞാൻ പറഞ്ഞതാണ്. ഇവിടെ വേസ്റ്റ് ഒന്നും ഇല്ലല്ലോ, വേസ്റ്റ് സാധനങ്ങൾ മാത്രം എടുത്താൽ മതി എന്നാണ് പറഞ്ഞേക്കണേ. സൈക്കിളൊക്കെ വേസ്റ്റ് ആണ്, വേണം ഞാൻ എടുത്തോണ്ട് പോക്കോളാം അല്ലേ? അത്രേ ഉള്ളൂ. നമുക്കെന്താണ് ഒരു മൂടിയാൽ മതി ഗൈസ്. നമ്മളപ്പുറം മാർക്കറ്റിൽ കൊണ്ടുപോയി അടിച്ചും വിൽക്കില്ലേ. റിമൂവ് ട്രാഷ്. ഇനി നമുക്ക് ട്രാഷ്. ഈ പെട്ടി ഇത് ട്രാഷ് ആണല്ലേ? 86% ട്രാഷ് ആണ് ഗൈസ് നമ്മൾ റിമൂവ് ആക്കിയിട്ടുള്ളൂ. താഴെ ട്രാഷ് ആണ് അല്ല? ഇവിടെയും കൂടി ഉണ്ട് കേട്ടാ. ഈ പെട്ടിയൊന്നും ട്രാഷ് അല്ല ഗൈസ്. ഇനിയും നമുക്ക് ഇതാക്കാനുണ്ട്. ഈ ഡോർ നമുക്ക് തുറക്കാൻ പറ്റുമോ? വീടിന്റെ അകത്തേട്ട് കീറി നമ്മളൊന്നും ചെയ്യണ്ടെന്ന് തോന്നുന്നു അല്ലേ? അതിന്റെ ആവശ്യമില്ല ഗൈസ്. വീടിന്റെ അകത്ത് എന്തെങ്കിലും അടുക്കളയിൽ തിന്നാൻ വല്ല വച്ചിട്ടുണ്ടോ നോക്കട്ടെ. എന്തെങ്കിലും വച്ചിട്ടുണ്ടാ? എന്തെങ്കിലും ഉണ്ടാ? ചൂട് കാപ്പി ചായ ഒന്നുമില്ല. ഇവിടെ എന്താണ് കുറച്ച് ഫ്രൂട്ട്സ് ഉണ്ട് ഗൈസ്, അത്രേ ഉള്ളൂ. അല്ലാണ്ട് കരോളിന വേറെ ഒന്നും ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടൊന്നുമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് അടിപൊളി വീടാട്ടെ ഗൈസ്. ഈ വീട് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതുപോലത്തെ ഒരു വീട് ശരിക്കും സ്വന്തമായിട്ട് ഉണ്ടായിരുന്നെങ്കിൽ. അല്ല ഇത് കക്കൂസൊക്കെ വേണ്ട, അല്ല വെടിച്ചില് കക്കൂസ്. ഇവര് ഇത് കിഡ്സിന്റെ ഇത് റൂമാന്ന് തോന്നുന്നു അല്ലെ? അതുപോലെ ഉണ്ട്. അല്ലാണ്ട് ഇവരുടെ കിടക്കാനുള്ള ഇവിടെ ഇതായിരിക്കും മാസ്റ്റർ ബെഡ്റൂം. ഇവിടെ വേറൊരു ബാത്ത് ടബ് ഒക്കെ ഉള്ളതാണ്. സെറ്റ് വീട് ഗൈസ്, സെറ്റ് വീട്. നമുക്കിനി എന്താണ് വേസ്റ്റ് പറക്കാനുള്ളത്? 6% നമുക്കുണ്ടല്ലോ റിമൂവ് ട്രാഷ്. 6% ട്രാഷ് എവിടെയാടാ പോയി കിടക്കണേ? എനിക്ക് തോന്നുന്നു മിക്കവാറും നമ്മൾ UV അടിച്ച് നോക്കേണ്ടി വരും ഗൈസ്. ഇവിടെ ഒരു ടയർ കിട്ടിട്ടായിരുന്നു ഗൈസ്, അതുകൊണ്ട് ഞാൻ റിമൂവ് ചെയ്തിട്ടുണ്ട്. തീർന്നില്ലേ? ഈ 2 ടയറും കൂടെ മാറ്റണമായിരുന്നല്ലേ? മാറ്റി ഗൈസ്. ഇനി നമുക്ക് ഡേർട്ട് മൊത്തം ക്ലീൻ ആക്കണം ഗൈസ്. അത് നമ്മുടെ ഈ സാധനം എടുത്തിട്ടുണ്ടല്ലോ, ഇനി ഇങ്ങനെ തുടക്കുക. എന്റെ ആളി ഇത് ഭയങ്കര ടൈം എടുക്കുന്നതായിട്ട് എനിക്ക് തോന്നണേ. എന്തോരം ഡേർട്ട് ഇവിടെ ഉള്ളേ നോക്കി. ഇത് മൊത്തം നമ്മൾ ക്ലീൻ ആക്കണം. നമ്മുടെ മോപ്പ് നമുക്ക് ഒന്നുകൂടെ അപ്ഗ്രേഡ് ചെയ്യണം. സ്കിൽ പോയിന്റ് കിട്ടുകയാണെങ്കിൽ നന്നായനല്ലേ? അല്ലെങ്കിൽ ഇത് ഒത്തിരി ക്ലീൻ ആക്കാനുണ്ട് കേട്ടാ. അതിനനുസരിച്ചുള്ള നല്ല കാശ് കിട്ടിയാൽ മതിയായിരുന്നേ. അന്ന കുഴപ്പമില്ലായിരുന്നു. അല്ലെങ്കിൽ നല്ല
സ്വഭാവം മാറും. കരോളിന സ്മിത്തേ, ഞാൻ ഏകദേശം 50% ഡേർട്ട് ക്ലീൻ ആക്കിയിട്ടുണ്ടാ. ഇനി കുറച്ചും കൂടെ നമുക്ക് ക്ലീൻ ആക്കിയാൽ മതി ഗൈസ്. പിന്നെ സംഗതികളെല്ലാം സെറ്റാണ്. അതൊക്കെ അത്രേ ഉള്ളൂ. ഇത് സുഹൃത്തുക്കളെ, നിങ്ങൾ ആരെങ്കിലും നമ്മുടെ ഡിസ്കോഡ് ചാനലിൽ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ ജോയിൻ ചെയ്യാം. നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ഡിസ്കോഡിന്റെ ഉണ്ടല്ലോ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. എന്തോ കയ്യിൽ എന്തോ ജോബ് കംപ്ലീറ്റ് ആയി. സൈക്കിളൊക്കെ ഒന്ന് തുടച്ചൊന്ന് വൃത്തിയാക്കണ വേണ്ട. ഇവിടെ ഒക്കെ ഒന്ന് തുടച്ച് ക്ലീൻ ഡേർട്ട് 100% ഡേർട്ട് ഞാൻ ക്ലീൻ ആക്കൂടാ. ഈ പോസ്റ്ററിലൊക്കെ ചെളി ഉണ്ടായിരുന്നു ഗൈസ്. ഇതൊക്കെ തുടച്ച് നമ്മൾ അടിപൊളിയാക്കി. കാമോൺ ഗൈസ്, ക്ലീൻ വിൻഡോ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട്. വിൻഡോ നമ്മൾ ഇങ്ങനെ ക്ലീൻ ആക്കണല്ലേ ഗൈസ്. ഇത് കൊള്ളാം ഗൈസ്, ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു. നമ്മള് മൊത്തം അടുത്ത ജോലി നമ്മൾ കംപ്ലീറ്റ് ചെയ്താ. ലെറ്റ്സ് ഗോ ഗൈസ്. ഈ സൈക്കിൾ ഉണ്ടല്ലോ, ഞാൻ എന്തായാലും നേരെ വെച്ചൊക്കെ എത്തവണ. അതൊക്കെ അത്രേ ഉള്ളൂ ഗൈസ്, അതൊക്കെ അത്രേ ഉള്ളൂ. ഒരു സൈക്കിൾ അവിടെ ഇരുന്നിട്ടെ, അടുത്ത സൈക്കിള് തൊട്ട് ഇപ്പറായിട്ട് തന്നെ. ലെറ്റ്സ് ഗോ ഗൈസ്. 2 സൈക്കിളോട് വെച്ച് കറക്റ്റ് ആയിട്ട് നമ്മൾ എല്ലാം അടക്കി പറക്കി ഒതുക്കി വെച്ചിട്ടുണ്ടാ. അതൊക്കെ അത്രേ ഉള്ളൂ. നമ്മൾ അടുത്ത ജോബ് കംപ്ലീറ്റ് ചെയ്തു. പക്ഷെ ഇതിനൊന്ന് $470 കിട്ടുള്ളൂ. അത് ഭയങ്കര പൈസ കുറവാലോടാ. പക്ഷെ എന്നാലും അത്ര കിട്ടിയത് കിട്ടിയത് ഞാൻ പോക്കറ്റിലേക്ക് ഇട്ടിട്ടുണ്ട്. അതെന്തെങ്കിലും ആവട്ടെ അല്ലെ. അങ്ങനെയാണ് നമുക്ക് ഒരു ജോബ് കൂടെ കംപ്ലീറ്റ് ആക്കാം ഗൈസ്. കണ്ടോ, ബിഫോർ ആൻഡ് ആഫ്റ്റർ. നിങ്ങളുടെ വീട്ടിൽ എന്തെങ്കിലും സാധനം ക്ലീൻ ആക്കണമെങ്കിൽ എന്നെ വിളിച്ചാൽ മതി ഗൈസ്, ഞാൻ ക്ലീൻ ആക്കും. പക്ഷെ $500 റേറ്റ് തന്നെ അത് തന്നാ മതി. കണ്ടാ, മൊത്തത്തിൽ നമ്മൾ സെറ്റപ്പ് ആക്കിയിട്ടുണ്ടാ. അത്രേ ഉള്ളൂ ഗൈസ്, അത്രേ ഉള്ളൂ. ഞാനുണ്ടല്ലോടാ ഒരു ജോബ് കൂടെ ചെയ്യാം. എന്നിട്ട് എന്തായാലും നമുക്ക് ഉണ്ടല്ലോടാ ഇന്നത്തെ നമ്മുടെ പരിപാടിയെല്ലാം നമുക്ക് ഇവിടെ വെച്ച് നിർത്താട്ടാ. ഹീറ്റഡ് ആർഗ്യുമെന്റ് എന്നാട്ടാ ജോബിന്റെ പേര്. എന്താ സംഗതി നോക്കട്ടെ ഗൈസ്. എന്തോ സീനായിരിക്കുന്നതാണ് എനിക്ക് തോന്നണത്. എനിക്ക് അറിയാൻ പാടില്ല, നമുക്ക് നോക്കാട്ടാ. ജാക്ക് എന്നാണ് അവന്റെ പേര്. എന്താണ് വർക്ക് ആവാത്തെ? വീട്ടിൽ നല്ല തണുപ്പുണ്ട്. ഹീറ്റഡ് ആർഗ്യുമെന്റ് ഗൈസ്. നമ്മൾ ഇവന്റെ വീട് ക്ലീൻ ആക്കണം, അത് മനസ്സിലായി. പിന്നെ എനിക്ക് തോന്നുന്നത് നമ്മൾ ഒരു റേഡിയേറ്റർ വെച്ചു കൊടുക്കണം. അറിയാൻ പാടില്ല. എന്തായാലും വീട്ടിലേക്ക് കീഴ് നോക്കട്ടെ. ജാക്കിന്റെ വീട്. ജാക്കിന്റെ വീട് അത്യാവശ്യം അടിപൊളിയല്ലേ ഗൈസ്. ഇത് മൊത്തം അടിപൊളിയായിട്ടല്ലേ കിടക്കണേ. അല്ല, ഇതിനകത്ത് എന്താണ് ക്ലീൻ ആക്കാനുള്ള? ഒന്നുമില്ല ഗൈസ് ക്ലീൻ ആക്കാനായിട്ട്. അടുക്കള എല്ലാം പക്കയായിട്ടാണ് വെച്ചേക്കണേ. എനിക്ക് തോന്നണേ ഇവിടെ ഉണ്ടല്ലോ യു ക്യാൻ ബൈ റേഡിയേറ്റർ. കണ്ട, നമ്മളിവിടെ റേഡിയേറ്റർ മാത്രം വെച്ചാൽ മതിടാ. ടാബ്ലറ്റ് പോവാ, സ്റ്റോറി പോവാ, റേഡിയേറ്റർ. റീസെന്റ് ഈ റേഡിയേറ്റർ നമ്മൾ എവിടെന്നാണ് മേടിച്ചത്? അത് ഞാൻ നോക്കട്ടെ. ഇൻസ്റ്റാളേഷൻ ആയിരിക്കും ഗൈസ് അല്ലേ? ഞാൻ പറഞ്ഞില്ലേ റേഡിയേറ്റർ. $44 കൊടുത്ത് റേഡിയേറ്റർ മേടിച്ച് ഗൈസ്. അത്രേ ഉള്ളൂ. അസംബിൾ ചെയ്യേനി. ലെറ്റ്സ് ഗോ. പണി കഴിഞ്ഞെന്നാണ് എനിക്ക് തോന്നണേ. ഈ റേഡിയേറ്റർ മാത്രം നമുക്ക് വെച്ചുകൊടുത്താൽ മതി. ജാക്കിന്റെ വീട്ടില് ബാക്കി എല്ലാ പരിപാടിയെല്ലാം സെറ്റാണ്. ഇതിങ്ങടെ മുറുക്കി വെക്കുക. എനിക്ക് പുതിയ സ്കിൽ പോയിന്റ് കിട്ടി. പക്ഷെ അതെന്താണ് ഞാനിപ്പോ യൂസ് ചെയ്യാനുള്ള ഒരു റേഡിയേറ്റർ വെച്ച്. എനിക്ക് തോന്നുന്നു ഇനി വേറെ റേഡിയേറ്റർ വെക്കാനുണ്ട് അവിടെ എവിടെയെങ്കിലും ഒക്കെ ആയിട്ട്. ഞാൻ നോക്കട്ടെ കക്കൂസില്. ഇവിടെ റേഡിയേറ്റർ വെക്കണം. ബൈ ടവൽ റേഡിയേറ്ററാ. നമുക്ക് വേറെ തരത്തിലുള്ള റേഡിയേറ്റർ ഉണ്ട് ഗൈസ്. അതാണ് നമുക്ക് ഇവിടെ വേണ്ടത്. കണ്ടാ, ഇങ്ങനെ ഇരിക്കണത്. കക്കൂസിലായിട്ട് ഇങ്ങനത്തെ റേഡിയേറ്റർ ആയിട്ടാ വേണ്ടത്. ലെറ്റ്സ് ഗോ അസംബിള്. മനസ്സിലായി. കക്കൂസില് വേറെ തരത്തിലുള്ള റേഡിയേറ്റർ ആടാ. ജാക്കിന്റെ വീട്ടിലായിട്ട് അപ്പൊ 2-3 റേഡിയേറ്റർ ആണ്. പുള്ളി ഇവിടെ തണുത്ത് മരിക്കാറുന്നാന്ന് എനിക്ക് തോന്നണേ. കറക്റ്റ് സമയത്ത് നമ്മൾ വന്നുകൊണ്ടുകൂടി റേഡിയേറ്റർ ഒക്കെ സെറ്റ് ആയിട്ടുണ്ട്. കുറച്ച് ചൂടുവെള്ളമൊക്കെ ഉപയോഗിച്ച് ജാക്കിന് കുളിക്കുക. ബാക്കി കക്കൂസി പോയിട്ട് എന്തെങ്കിലും പരിപാടി ചെയ്യാ. എന്ത് വേണമെങ്കിലും ചെയ്യാം. ഇവിടെ ഇരിക്കണ ഒരു റേഡിയേറ്റർ ചിലപ്പോൾ വെക്കണമായിരിക്കണല്ലോ. ഇവിടെ ഓൾറെഡി റേഡിയേറ്റർ ഉണ്ടല്ലോ. പുറത്തെല്ലാം വെക്കണോ ജാക്ക്? ഒന്ന് പുറത്തൊക്കെ മൊത്തം കൂളാവാൻ വേണ്ടി. ഇതെന്താണ്? അടുക്കളയിൽ റേഡിയേറ്റർ ഉണ്ട്. ഈ ഹാൾവേയിൽ റേഡിയേറ്റർ ഉണ്ട്. TV ഒക്കെ കാണുന്ന ഒരു റൂമാണ് ഇത്. ഇവിടെ ഉണ്ട്. കക്കൂസിൽ വെച്ചു, ഈ റൂമിൽ വെച്ചു. ചിലപ്പോ ഈ റൂമിൽ ഇവിടെയും കൂടെ വെക്കണം ഗൈസ്. ഇവിടത്തെ എനിക്ക് തോന്നണേ നോർമൽ റേഡിയേറ്റർ മതി ഗൈസ്. $44. ലെറ്റ്സ് ഗോ. അത്രേ ഉള്ളടാ. 3 റേഡിയേറ്റർ കേട്ടോ നമ്മൾ ജാക്കിന്റെ വീട്ടിൽ തവണ മേടിച്ചത്. സോ എക്സ്പെൻസീവ്. ജാക്ക് നല്ല റിച്ച് ആണെന്ന് തോന്നുന്നു ഗൈസ്. കാശൊക്കെ അങ്ങ് എടുത്ത് വീശു എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ 3 റേഡിയേറ്റർ ഒക്കെ ഒറ്റയടിക്ക് മേടിക്കോ? കഴിഞ്ഞ കംപ്ലീറ്റ് ജോബ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടാ. പക്ഷേ ഇനി ഇവിടെ വേറെ എന്തെങ്കിലും ചെയ്യണ? വേറെ ഒന്നും വേണ്ട ഗൈസ്. നമ്മുടെ ജോബ് കഴിഞ്ഞ് 3 റേഡിയേറ്റർ ഒന്ന് വെക്കാനുണ്ടായിരുന്നോളൂ. 3 റേഡിയേറ്റർ ഞാൻ വെച്ചിട്ടുണ്ട്. അങ്ങനെ ഫൈനലി സുഹൃത്തുക്കളെ നമ്മുടെ ജോബ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. എനിക്ക് $602 കിട്ടിയിട്ടുണ്ട് ആ സെറ്റ്. അപ്പൊ സുഹൃത്തുക്കളെ, ഞാൻ എന്തായാലും നമ്മുടെ ഹൗസ് ഫുള്ളി പറഞ്ഞ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഡു ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഉള്ളത് എല്ലാം ചെയ്തേക്കാം. അപ്പൊ നമുക്ക് എന്തായാലും ഉണ്ടല്ലോ ഗൈസ് ഇതിന്റെയൊക്കെ നെക്സ്റ്റ് എപ്പിസോഡായിട്ട് പെട്ടെന്ന് തന്നെ വീണ്ടും കാണാം. പീസ് ഔട്ട്.